അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 20 തിങ്കളാഴ്ച. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള CPM തീരുമാനത്തിനെതിരെ CPI. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മറുപടി നൽകി. കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ടാണെന്നും കേന്ദ്ര സഹായം എല്ലാ വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും കൃഷി വകുപ്പും ആരോഗ്യ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ കേന്ദ്ര ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം തുറന്ന് എതിർക്കേണ്ടതാണെന്നും PMCയിൽ ചേരരുതെന്നും CPI സംസ്ഥാന നേതൃത്വം. NEPയിൽ കേന്ദ്രം നയം മാറ്റിയിട്ടില്ലെന്നും ഇടതു സർക്കാർ ഇതിനെ എതിർക്കുകയാണ് വേണ്ടതെന്നും വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞതാണ് CPI നിലപാടെന്നും മന്ത്രി K രാജൻ. പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ വിയോജിപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ് പദ്ധതിയിൽ ഒപ്പിടാത്തതെന്നും ഫണ്ട് തരാനാകില്ലെന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് എന്ത് അധികാരമെന്നും മന്ത്രി ചോദിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വൈകി വന്ന വിവേകമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഇത്രയും കാലം തടഞ്ഞുവെച്ച CPMഉം പിണറായി വിജയൻ സർക്കാരും മാപ്പ് പറയണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രി നൽകിയ ഉറപ്പ് ലംഘിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് ആരോപിച്ചു. കേന്ദ്രം നൽകുവാനുള്ള 1500 കോടിയോളം രൂപ യോജിച്ച സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതിന് പകരം കേന്ദ്ര നയങ്ങൾക്ക് വഴങ്ങുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും AISF വിശദമാക്കി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ്. ഇന്ന് എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. കേരള തീരത്ത് ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിച്ച് സമരം നടത്തും. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഇല്ലാത്തതിനാലാണ് സമരമെന്ന് KGMCTA വ്യക്തമാക്കി. ജൂനിയർ ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരിക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28 മുതൽ റിലേ അടിസ്ഥാനത്തിൽ സമരം നടത്തുമെന്നും KGMCTA അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തെ വിമർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസം മാത്രം അകലെ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൃതി പിടിച്ച് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്നത് കേരളത്തിന് വേണ്ടിയല്ലെന്നും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പാർട്ടി താൽപര്യമാണെന്നും അതിനുവേണ്ടി മാത്രമാണ് സർക്കാർ ഖജനാവ് കാലിയാക്കി ഈ വിശാലമായ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. പാർട്ടിയുമായുള്ള ഉടക്ക് തുടർന്ന് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. കുട്ടനാട്ടിൽ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ഷണം ഉണ്ടായിട്ടും സുധാകരൻ പങ്കെടുത്തില്ല. പരിപാടി നടത്താൻ ആളുകൾ ഉണ്ടല്ലോ എന്നും തന്റെ ആവശ്യം ഇല്ലല്ലോ എന്നുമാണ് സുധാകരന്റെ പ്രതികരണം. പേരിന് മാത്രമാണ് സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിന് നോട്ടീസ് പോലും നൽകിയില്ലെന്നുമാണ് വിവരം. വർഷങ്ങൾക്ക് ശേഷമാണ് G സുധാകരനെ പാർട്ടി പരിപാടിയിലേക്ക് ആലപ്പുഴയിലെ നേതൃത്വം ക്ഷണിച്ചത്. അതേസമയം പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും സഖാക്കൾ പാർട്ടിയിൽ സജീവമാകണമെന്ന് കുട്ടനാട്ടിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
ജി സുധാകരനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഒളിയമ്പ്. ജി സുധാകരൻ തന്റെ നേതാവാണെന്നും താൻ ഒന്നും ഉപദേശിച്ചിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. താൻ ഉപദേശിക്കാൻ ആളല്ല, സുധാകരൻ സാർ പറഞ്ഞതാണ് ശരിയെന്നും സുധാകരൻ സാറിന് എന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ലെന്നും മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുതെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ജി സുധാകരൻ പാർട്ടിയുടെ ഭാഗമാണെന്നും സുധാകരൻ സാർ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കുമെന്നും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. RSP മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡന്റെ സ്മരണയ്ക്കായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിസ്തുലമായ സംഭാവന നൽകുന്ന പ്രതിഭകൾക്ക് വേണ്ടി പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് മുൻ മന്ത്രിയായ ജി സുധാകരനെ തെരഞ്ഞെടുത്തു. ഒക്ടോബർ 31 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ അനുസ്മരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിന്റെ കരങ്ങൾ കെട്ടാൻ CPM ശ്രമിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. SP തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്നും AI ഉപയോഗിച്ച് ഷാഫി പറമ്പിൽ MPയെ പരിക്കേൽപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് SP പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരെ CPM ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഭീഷണി പ്രസംഗം നടത്തിയതിന് EP ജയരാജനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് പൊറോട്ടയും ബീഫും നൽകിയാണെന്ന് UDF MP NK പ്രേമചന്ദ്രൻ. UDF സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയിലായിരുന്നു പ്രേമചന്ദ്രൻ ഇക്കാര്യം ആരോപിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക പീഠത്തിന്റെ അളവെടുത്തത് അനുമതിയില്ലാതെയെന്ന് വിവരം. സന്നിധാനത്ത് ആളെയെത്തിച്ച് പീഠത്തിന്റെ അളവെടുക്കാൻ പോറ്റിക്ക് രേഖാമൂലം ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നില്ലെന്ന് SIT കണ്ടെത്തി. 2020 പോറ്റി ഒരു ജീവനക്കാരനെയും കൂട്ടി പീഠത്തിന്റെ അളവെടുത്തു. ഈ പീഠം ചേരാതെ വന്നപ്പോൾ സുഹൃത്തിനെ കൈമാറി. ഈ പീഠമാണ് പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം മാലിന്യം വലിച്ചെറിയലാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം തേടി വലിയ റിസർച്ചൊന്നും ആവശ്യമില്ലെന്നും മാലിന്യം വലിച്ചെറിയൽ തന്നെയാണ് കാരണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം തെറ്റെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകാൻ കൊച്ചിയിൽ ചേർന്ന വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. വഖഫ് ഭൂമി വഖഫ് ആയി നിലനിർത്തി താമസക്കാരുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് സംഘടനകളുടെ യോഗത്തിൽ ഉയർന്ന ആവശ്യം. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് വിവിധ മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നത്. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി വിദ്യാർത്ഥിനിയുടെ കുടുംബം. വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നും ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിക്കും. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്ന് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 വിദ്യാർത്ഥികളും കൂടി പഠനം നിർത്തി വേറെ സ്കൂളിലേക്ക് മാറുന്നുവെന്ന് വിവരം. സ്കൂൾ മാറുന്നതിനായി സെന്റ് റീത്താസ് സ്കൂളിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിനായി രക്ഷിതാവ് അപേക്ഷ നൽകി. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലേക്കാണ് കുട്ടികളെ ചേർക്കുന്നത്. ഹിജാബ് വിവാദത്തിനിരയായ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് തീരുമാനം. കൊല്ലം കടക്കലിൽ CPIയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 112 പേർ പാർട്ടി വിട്ടു. മന്ത്രി J. ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് കൂട്ടരാജി. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചത്. 700-ലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് തീരുമാനത്തിന് കാരണമെന്നും വ്യക്തമാക്കി. സുൽത്താൻ ബത്തേരി നഗരസഭ നടപ്പാക്കിയ ഡ്രോപ്പ് ഔട്ട് ഫ്രീ നഗരസഭ പദ്ധതിക്ക് നീതി ആയോഗിന്റെ ദേശീയ പുരസ്കാരം. 1 ലക്ഷം രൂപയും
പ്രശസ്തി പത്രവുമാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. ഇതോടെ വിദ്യാഭ്യാസ മേഖലയിൽ പുരസ്കാരം നേടുന്ന കേരളത്തിലെ ഏക നഗരസഭയായി മാറി സുൽത്താൻ ബത്തേരി. കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂളിലെത്താത്ത കുട്ടികളെ തിരികെ കൊണ്ടുവരാനും സ്കൂളിനെ കുട്ടികളുടെ ഇഷ്ട ഇടമാക്കി മാറ്റാനുമാണ് കഴിഞ്ഞ 4 വർഷമായി പദ്ധതി നടപ്പിലാക്കുന്നത്. CPM-ൽ നിന്ന് തന്നെ പുറത്താക്കിയതിൽ വിഷമമില്ലെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. പല ഘട്ടങ്ങളിലും CPM തന്നെ തഴഞ്ഞതാണെന്നും 20 വർഷമായി CPM-ൽ സത്യസന്ധമായാണ് താൻ പ്രവർത്തിച്ചതെന്നും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കളുമായി തനിക്ക് പതിറ്റാണ്ടുകളായി സൗഹൃദമുണ്ടെന്നും തുടർന്നും സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ LDF സ്ഥാനാർത്ഥിയാകണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നിയമസഭാ സീറ്റിനായി UDF നേതൃത്വവുമായി താൻ ചർച്ച നടത്തിയെന്നത് തെറ്റാണെന്നും ജിയോ ഫോക്സ് പറഞ്ഞു. അച്ചടക്ക ലംഘനം, പാർട്ടി നയ വ്യതിയാനം, പരസ്യ പ്രസ്താവന എന്നിവയുടെ പേരിലാണ് CPM മണലൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി അംഗമായ ജിയോ ഫോക്സിനെ പാർട്ടിയിൽ നിന്ന് CPM പുറത്താക്കിയത്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും എളവള്ളി പഞ്ചായത്ത് അംഗവുമായിരിക്കെ 21 വർഷം മുമ്പാണ് ജിയോ ഫോക്സ് CPM-ൽ ചേർന്നത്. നെയ്യാറ്റിൻകരയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജോസ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്ത് KPCC. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗരസഭാ കൌൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മില്ലുടമകളിൽ നിന്നും ഉണ്ടായത് അനുഭാവപൂർണമായ പ്രതികരണമാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കൊച്ചിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഉടൻ തന്നെ മറ്റ് അംഗങ്ങളുമായി ആലോചിച്ച് ഭാരവാഹികൾ മറുപടി അറിയിക്കുമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ PG സീറ്റുകൾ അനുവദിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് സീറ്റുകൾ അനുവദിച്ചത്. രാജ്യത്ത് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായാണ് ന്യൂക്ലിയർ മെഡിസിന് PG പഠനം സാധ്യമാകുന്നത്. മലബാർ ക്യാൻസർ സെന്ററിൽ റേഡിയേഷൻ ഓങ്കോളജിയിൽ PG സീറ്റുകൾ അനുവദിക്കപ്പെട്ടു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറി IT ജീവനക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവറാണ് പിടിയിലായ പ്രതി. സംഭവത്തിന് ശേഷം പ്രതി മധുരയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ദീപാവലിയോടനുബന്ധിച്ച് 26 ലക്ഷത്തിലധികം ചെരാതുകൾ തെളിയിച്ച അയോധ്യയ്ക്ക് 2 ഗിന്നസ് ലോക റെക്കോർഡുകൾ. ദീപാവലിയോടനുബന്ധിച്ച് ഇന്നലെയാണ് സരയൂ നദീതീരത്ത് 26 ലക്ഷം മൺചെരാതുകളുടെ വെളിച്ചത്തിൽ അയോധ്യ തിളങ്ങിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗിന്നസ് ലോക റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ചെന്നൈ ആവടിയിൽ വീട്ടിനുള്ളിൽ സൂക്ഷിച്ച നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച് അപകടം. സംഭവത്തിൽ 4 പേർ മരിച്ചു. വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മൃതശരീരങ്ങൾ മാറ്റി. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ നടന്ന ഭണ്ഡാര കവർച്ചയിൽ നിലപാട് കടുപ്പിച്ച് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. കാണിക്കയായി ലഭിച്ച പണത്തിൽ നിന്ന് 100 കോടി രൂപ ജീവനക്കാരൻ കടത്തിയ കേസ് ഒത്തുതീർപ്പാക്കിയ സംഭവത്തിൽ തിരുപ്പതി തിരുമല ദേവസ്ഥാനം ഓഫീസറോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കും. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ദില്ലിയിൽ വായുമലിനീകരണം അതിരൂക്ഷമെന്ന് റിപ്പോർട്ട്. നഗരത്തിൽ വായു ഗുണനിലവാര സൂചിക ശരാശരി 270 രേഖപ്പെടുത്തി. ദീപാവലിക്ക് മുമ്പേ സ്ഥിതി ഗുരുതരമാകുന്നതിൽ ആശങ്കയിലാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും. നഗരത്തിൽ 2 മേഖലകളിൽ വായു മലിനീകരണ തോത് 400 കടന്ന് ഗുരുതര അവസ്ഥയിലെത്തി. അക്ഷർധാമിൽ 426-ഉം ആനന്ദ് വിഹാറിൽ 416-ഉം ആണ് രേഖപ്പെടുത്തിയത്. 9 ഇടങ്ങളിൽ മലിനീകരണ തോത് 300 കടന്നു. മാതാപിതാക്കൾ പെൺമക്കളെ അഹിന്ദുക്കളുടെ വീട്ടിൽ പോകുന്നതിൽ നിന്ന് വിലക്കണമെന്നും ഈ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ പെൺകുട്ടികളുടെ കാല് തല്ലി ഒടിക്കണമെന്നും BJP മുൻ MP പ്രജ്ഞ സിംഗ് ഠാക്കൂർ. ഭോപ്പാലിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് പ്രജ്ഞ സിംഗ് ഠാക്കൂർ വിദ്വേഷ പരാമർശം നടത്തിയത്.
മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത് സംസ്ഥാന സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ സർക്കാർ ഔറംഗാബാദ് നഗരത്തെ ഛത്രപതി സംഭാജി നഗർ എന്ന് ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്ത് 3 വർഷത്തിന് ശേഷമാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിയത്. കശ്മീരി പണ്ഡിറ്റുകളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ബി.ജെ.പി. നേതൃത്വം ഉപയോഗിക്കുന്നുവെന്ന് ജമ്മു കാശ്മീരിലെ ബി.ജെ.പി. നേതാവ് ജഹാൻ സബ് സിർവാൾ. കശ്മീരി പണ്ഡിറ്റുകൾ ഏറെക്കാലമായി നേരിടുന്ന അവഗണന അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഉൾപ്പെടെ ബി.ജെ.പി. നേതാക്കൾ കാശ്മീരി പണ്ഡിറ്റുകളുടെ ക്യാമ്പുകൾ ഇതുവരെ സന്ദർശിച്ചില്ലെന്നത് ഖേദകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തിയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചു. ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായത്. വെടിനിർത്തലിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും പരിശോധിക്കുന്നതിനുമായി വരും ദിവസങ്ങളിൽ തുടർ യോഗങ്ങൾ നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയിലെ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നുവെന്ന് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചെന്നും ആവർത്തിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും കാട്ടി ഹമാസിനെതിരെ മുന്നറിയിപ്പുമായി അമേരിക്ക. ഇത്തരം ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കുമെന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടും എന്നും അറിയിപ്പിലുണ്ട്. ഇസ്രായേൽ പിൻവാങ്ങിയ ഇടങ്ങളിൽ ഗാസയിൽ വിവിധ ഗ്യാങ്ങുകളും ഹമാസും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ട സമാധാന ജീവിതത്തിന് വിരാമമിട്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ സേന രംഗത്തെത്തി. ആക്രമണത്തിൽ ഗാസയിൽ 13 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത്. റഫേൽ ഹമാസ് ഇസ്രായേൽ സൈനിക വാഹനം ആക്രമിച്ചു എന്നതാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് നിർത്തിവെക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ സേന. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെന്ന് റിപ്പോർട്ട്. മുഖംമൂടി ധരിച്ച 3 പേരാണ് മോഷണം നടത്തിയത്. മോഷണം നടന്നതായി ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി അറിയിച്ചു. മോഷണം പോയത് നെപ്പോളിയന്റെ ആഭരണമെന്ന് സൂചന. മ്യൂസിയം അടച്ചെന്ന് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചു. മൊണാലിസ ചിത്രമടക്കം ഈ മ്യൂസിയത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ലൂവർ. മയക്കുമരുന്നുമായി അമേരിക്കയിലേക്ക് പുറപ്പെട്ട അന്തർവാഹിനി കപ്പൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ച് നശിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്നും പിടികൂടിയ 2 പേരെ അവരുടെ മാതൃരാജ്യങ്ങളായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും തിരിച്ചയക്കുകയാണെന്നും ട്രംപ് അറിയിച്ചു. സൈനിക നടപടിയുടെ വീഡിയോ വൈറ്റ് ഹൌസ് പുറത്തിറക്കി. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രതിഷേധം. നഗരങ്ങളെ നിശ്ചലമാക്കി നോ കിങ്സ് മാർച്ച് എന്ന പേരിൽ പ്രതിഷേധ റാലികൾ നടന്നു. ഇമിഗ്രേഷൻ റെയ്ഡുകൾ, നഗരങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച നടപടികൾ, സർക്കാർ പദ്ധതികളുടെ വെട്ടിച്ചുരുക്കൽ, രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ നിയമ നടപടികൾ തുടങ്ങിയവയാണ് പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ. അതേസമയം മാർച്ചിനെതിരെ വൈറ്റ് ഹൌസ് അപലപിച്ചു. കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വെനസ്വേലൻ ബോട്ടുകളെ ആക്രമിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും വെനസ്വേലൻ സർക്കാരിനെതിരായ നീക്കത്തിന് CIAക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ 3ാം തോൽവി. ത്രില്ലർ പോരിൽ ഇംഗ്ലണ്ടിനെതിരെ 4 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 289 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളിൽ 2 ജയം മാത്രമുള്ള ഇന്ത്യ 4 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. മഴയെ തുടർന്ന് ഓവറുകൾ പകുതിയായി ചുരുക്കിയ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് 26 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുക്കാനേ ആയുള്ളൂ. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 131 ചുരുക്കിയ വിജയലക്ഷ്യം ഓസ്ട്രേലിയ 21.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു.
സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ നാഷ്വില്ല എസ്സിക്കെതിരെ തകർപ്പൻ ജയവുമായി ഇന്റർ മയാമി 2-5 ഗോളുകൾക്കാണ് ജയം. ഇതോടെ മേജർ ലീഗ് സോക്കറിന്റെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം മെസ്സിക്ക് ഉറപ്പായി. MLS ബൂട്ട് മെസ്സിയെ തേടി ആദ്യമായാണ് എത്തുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.